എൻ്റെ അടുത്തൊരു സുഹൃത്ത് കണ്ണൂരിലെ അബൂബക്കർ എന്ന ആളാണ് 2018 ആദ്യം ഈ ഒരു ആശയം എനിക്ക് കൊണ്ടു തന്നത്. അത് മറ്റൊരു ഓർഗനൈസേഷനായിരുന്നു. ഞാൻ അവിടെ വന്നിട്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചു. കാരണം ഫസ്റ്റിലെ ഉപയോഗിച്ച എൻ്റെ വൈഫിന് തൈറോയിഡിന്റെ വിഷയം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച കാര്യത്തിലേ ഉള്ളൂ, തൈറോയിഡ് എന്താ പ്രൊഡക്റ്റില്ലെന്ന്. അപ്പം അന്ന് നമുക്ക് തൈ ഹെൽത്ത് ഒന്നും ഇല്ല. തൈറോയിഡ് നമുക്ക് 95 കൊടുക്കാമെന്നുള്ള അങ്ങനെ കൊടുത്തു. എന്തായാലും 2 മാസത്തെ ഉപയോഗത്തോടുകൂടി ഭാര്യയ്ക്ക് ഉണ്ടായിരുന്ന തൈറോയിഡ് മാറിയപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു കോൺഫിഡൻസ് വന്നു. നല്ല ശക്തമായ രൂപത്തിൽ ഏറ്റെടുത്ത് പ്രവർത്തിച്ചു കൊടുക്കുന്ന സമയത്താണ് എന്നെ കൊണ്ടുവന്ന അബൂബക്കർ എന്ന് പറയുന്ന ആ ലീഡർ SG റാങ്കിലായിരുന്നു. അദ്ദേഹം മറ്റെന്തോ കാരണങ്ങൾക്കാൾ കൊണ്ട് ഈ ബിസിനസ് നിർത്തി. എൻ്റെ തൊട്ട് മുകളിൽ മറ്റു ലീഡറൊക്കെ നിർത്തി കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും കോവിഡിന് കടന്നുപോലോ കൂടെ അപ്പം ഞാനും ഈ ബിസിനസ്സിൽ നിന്ന് വിട്ടുനിന്നു. അങ്ങനെ ആ ഐഡിയ ഒക്കെ നഷ്ടപ്പെട്ടു. അങ്ങനെ അതിനുശേഷം ഒരുപാട് കമ്പനികളിൽ ഞാൻ മാറി മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലെ ഒരുപാട് കമ്പനികളെ അവരുമായിട്ട് കിട്ടുന്നല്ലോ, എല്ലാത്തിലും മാറി ഒന്ന് പരീക്ഷണം നടത്തി നോക്കി. ഒന്നും നമുക്ക് മനസ്സിന് തൃപ്തിപ്പെടുന്ന അറിയുന്നില്ല. അതിന്റെ പ്ലാൻ ആയിക്കോട്ടെ, എന്റെ പ്രൊഡക്റ്റ് ആയിക്കോട്ടെ ഒക്കെ. കാരണം ഒന്ന് ഒരാൾക്ക് കൊടുത്താൽ നമുക്ക് രണ്ടാമത് ആ പ്രൊഡക്റ്റ് ചോദിക്കുന്ന അവസ്ഥയിലുള്ള പ്രൊഡക്റ്റുകളൊക്കെ ആയിരുന്നു കൂടുതലും. പിന്നെ കുറെ നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾ, ഉൾക്കൊള്ളാത്ത സാധനങ്ങൾ, ഇങ്ങനെയൊക്കെ ഒരുപാട്. അവസാനം ഇപ്പൊ പറഞ്ഞാൽ സ്ഥിതിക്കില്ല, ഐറിച്ച് എന്ന ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ വന്നിരുന്ന ആ കമ്പനി വരെ ഞാൻ ഐഡിയ അടിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് ഐഡിയ അടിച്ചത് തുടങ്ങി പഠിക്കാൻ ശ്രമിച്ചതിന് മനസ്സിലായി ഇത് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയതല്ല എന്ന് മനസ്സിലാക്കി വിട്ടു എന്ന സാഹചര്യത്തില് ഇപ്പൊ 2024 എനിക്ക് വീണ്ടും നമ്മളെ പ്രൊഡക്റ്റിന്റെ ഒരു വലിയൊരു സാധ്യത പറയണത്. 95 എന്ന പ്രൊഡക്റ്റ് ഒരു വ്യക്തി എന്നോട് ചോദിച്ചപ്പം അത് കൊടുക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ നമ്മളെ സിദ്ദീഖ് സാറിനെ വിളിക്കുകയും, സിദ്ദീഖ് സാറിന്റെ നമ്പർ വാട്സപ്പിലൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹം അത് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തെ വിളിക്കുകയും 95 കൊണ്ടിരിക്കുകയും കൊടുക്കുകയും ചെയ്ത. അങ്ങനെ ഒരിക്കലും ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നതല്ല ഉണ്ടാകും. പക്ഷെ എന്തോ മൈലഫിനോടുള്ളൊരു അടങ്ങാത്തൊരു ആവേശമുണ്ട്. കാരണം ഇന്ന് ഇന്ത്യയിൽ പഠിച്ചു കഴിഞ്ഞവർക്ക് മനസ്സിലാവുള്ളൂ, അതിനെക്കുറിച്ച് പഠിച്ചാലേ മനസ്സിലാവും. ഇന്ത്യയിൽ ഏറ്റവും നല്ല മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൊണ്ടും, മനുഷ്യന്റെ വ്യക്തിത്വങ്ങളെ കുറിച്ചായിക്കോട്ടെ, നമ്മളെ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ടായിക്കോട്ടെ, എന്തിനും പരിഹാരമായിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് മൈലൈഫ് എന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ട് വീണ്ടും അതിനകത്ത് ഐഡിയ അടിച്ച് കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചു. അങ്ങനെ പിന്നീട് റഷീദ് സാറിനെ പോലുള്ള വലിയ ലീഡേഴ്സിന് സപ്പോർട്ട് കൂടി വന്നപ്പം എനിക്കൊന്ന് പ്രവർത്തിക്കണം, നല്ല ഇത് വർക്ക് ചെയ്യണം എന്നൊക്കെ തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ കമ്പനിക്ക് രണ്ടാമതിൽ എൻട്രി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിപ്പം എന്തിനാണ് നമ്മൾ അല്ലെങ്കിൽ ഈ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മളൊക്കെ സ്വാഭാവികമായിട്ടും പല മേഖലകളിലും ജോലി ചെയ്യുന്ന ആളുകളാണ് അല്ലേ. അപ്പം എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഞാൻ 10-30 വർഷമായിട്ട് മറ്റു മേഖലയൊക്കെ ജോലി ചെയ്തിട്ടും എന്നെ സംബന്ധിച്ച് പറഞ്ഞാല് ഞാൻ ആഗ്രഹിച്ച രൂപത്തിൽ മാറാൻ കഴിഞ്ഞിട്ടില്ല. എന്താ ആഗ്രഹിച്ച രൂപം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കൊക്കെ ഇപ്പം ഒരു ആരോഗ്യമുള്ള സമയത്ത് പല ജോലികളും ചെയ്ത് ജീവിക്കാം. പക്ഷെ നമ്മളെ ആരോഗ്യ ശേഷിച്ചൊരു പ്രായം 10-60 വയസ്സൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വരുന്ന സമയത്ത്, ഏത് മനുഷ്യനും സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്നതാണത്. വീട്ടിലിരിക്കേണ്ട അവസ്ഥ വരുമ്പോൾ നമ്മൾക്ക് വരുമാനം എങ്ങനെ ഏൺ ചെയ്യാൻ കഴിയുന്നുള്ളതാണ്. ഏത് മേഖല നമ്മൾ സ്വയം ഒറ്റയ്ക്ക് ജോലി ചെയ്ത ആളുകൾക്ക് നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ഒരു പ്രായമായിട്ടുള്ള നമുക്ക് തൊഴിൽ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വരുമ്പോൾ നമുക്കൊരു വരുമാനം ഇല്ല ഇവിടെ. അപ്പൊ പിന്നെ നമ്മൾ ആരെ ആശ്രയിക്കണം? നമ്മളെ മക്കളെ ആശ്രയിക്കേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പം നമ്മള് മക്കളെ സാഹചര്യം എന്താ, ആ ഒരു നേരത്തെ ഉണ്ടാകുന്ന അവരുടെ സാഹചര്യം എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. കാരണം ഇപ്പോഴത്തെ ഈ രൂപത്തിൽ ജീവിത മേഖല കടന്നു പോകുമ്പോൾ ഒരിക്കലും നമുക്കത് മക്കളിലേക്ക് പോലും പ്രതീക്ഷ വെക്കാൻ പറ്റില്ല. കാരണം ദൈനംദിന ഓരോ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ജീവിത ചെലവ് വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് കൃത്യമായിട്ടൊരു വരുമാനം ഇല്ലെങ്കിലും നമ്മളെ കാര്യം എന്താവും എന്നുള്ള ചിന്ത ആണ് എന്നെ വീണ്ടും ശക്തമായിട്ട് ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. കാരണം മൈലൈഫ് ചെയ്യുന്നതിന് ഒരു സാധ്യത കൂടെ പറയണേ. ഇന്ന് നമുക്ക് എന്തെങ്കിലും രൂപത്തിൽ ജീവിച്ചു പോകെങ്കിൽ നാളെ നമുക്ക് ഒരിക്കലും മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം. ഇപ്പൊ നമ്മൾ വണ്ടികൾക്കൊക്കെ EMI അടക്കില്ലല്ലേ? ഇനി നമ്മൾ നോക്കിയാൽ 4-5 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ ജീവിത ചെലവിന് വേണ്ടി EMI എടുക്കേണ്ടി വരും. കാരണം ഇന്ന് വിപണി കാണുന്ന ഈ രൂപത്തിലുള്ള കച്ചവട ശൃംഖലകളൊക്കെ മാറും. മറിച്ച് ഇനി വരാൻ പോകുന്നൊരു കച്ചവട രീതി എന്ന് പറയുന്നത്, ഇപ്പൊ കോവിഡ് വന്ന സമയത്ത് ഏകദേശം 30% ബിസിനസ്സും ഓൺലൈനിലേക്ക് മാറി. അതൊരു 50% അടുത്തോണ്ടിരിക്കാം. ഒരു 70% ആയിട്ടുണ്ടെങ്കിൽ ഇന്ന് അങ്ങാടികളൊക്കെ അടച്ചുപൂട്ടുണ്ട്. ഇപ്പൊ തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട്. പല കടകളും തുടങ്ങിയിട്ട് 5-6 മാസം പൂർത്തിയാകുന്നതിന് അടച്ചുപൂട്ടുക. പുതിയ ബിസിനസ്സുകൾ, പുതിയ ആളുകൾ വലിയ പൈസ മുടക്കിയിട്ട് ഒരു കച്ചവടം തുടങ്ങാൻ
ഭയപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ നീക്കിക്കൊണ്ടിരിക്കണം. അപ്പം പുതിയ കച്ചവട രീതികളൊക്കെ വന്നുകൊണ്ട് ഇനി വലിയ മാളുകൾ നമ്മുടെ നാട്ടിൽ വരികയും അതിലൂടെ നമുക്ക് EMI ആയിട്ട് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മൾ രാജ്യം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് നമ്മളെ ഈ ഒരു ബിസിനസ്സിന് ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യത നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത് നമ്മളെ കമ്പനി തന്നെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് 2030 ആകുമ്പോഴേക്ക് 1000 പ്രോഡക്റ്റ്. എന്തൊക്കെ ഈ 1000 പ്രോഡക്റ്റ് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി കഴിയില്ല. നമ്മുടെ വീട്ടിലേക്ക് വേണ്ട ഫർണിച്ചർ മുതൽ എല്ലാ സാധനങ്ങളും നമ്മളെ ഈ പ്ലാറ്റ്ഫോമിൽ എത്തുന്നുള്ളതാണ്. എന്ത് സാധനം നമുക്ക് എന്താണോ ഒരു വീട്ടിലേക്ക് വേണ്ടത്, നമുക്ക് എന്തായാലും 1000 പ്രോഡക്റ്റ് നമ്മളെ വീട്ടിലേക്ക് തന്നെ വേണ്ടിയില്ല. എന്നാൽ പോലും പറയാം 1000 പ്രോഡക്റ്റുകൾ നമ്മളെ സ്ഥിതി എന്തായിരിക്കും, നമ്മൾ വലിയൊരു സൂപ്പർ മാർക്കറ്റായിട്ട് മാറുകയല്ലേ. ഇവിടെ പല സൂപ്പർ മാർക്കറ്റുകൾ വർക്ക് ചെയ്യുന്നില്ലേ എന്നത് പറഞ്ഞ പോലെ ഇന്ന് നമ്മൾ ഇതിൽ ഒരു മൈ ലൈഫിൽ ഉണ്ടെങ്കിൽ നാളെ നമ്മൾ ഇപ്പൊ തന്നെ വലിയൊരു കമ്പനിയുടെ ഉടമസ്ഥയാണ് നമ്മൾ. പക്ഷെ നാളെ നമ്മൾ വലിയൊരു നമ്മുടെ ടൗണിൽ ഉണ്ടാകുന്ന ഒരു സൂപ്പർ മാർക്കറ്റിന് ഉദാഹരണം വെച്ച് നോക്കുക. ആ സൂപ്പർ മാർക്കറ്റിലേക്ക് ഉണ്ടാകുന്ന കച്ചവടം പോലെ നമുക്ക് ഒരു പൈസ മുടക്കം ഇല്ലാണ്ട് നമുക്ക് ഇവിടെ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിന് ഉടമയാകാൻ പോകുന്ന ആളുകളാണ് നമ്മള്. അപ്പൊ നമ്മൾ എന്ത് വേണം, ഇതിനെ കുറിച്ചിട്ട് കൃത്യമായിട്ടുള്ള പഠനം അനിവാര്യ. എന്താണ് ഡയറക്ട് സെല്ലിങ്, ഇതിന് സാധ്യത ഉണ്ടോ, ഇനി മുമ്പോട്ടുള്ള ഫ്യൂച്ചർ എന്താണ് ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. അത് പഠിക്കണമെങ്കിൽ എന്ത് വേണം, നമ്മൾ കൃത്യമായിട്ടുള്ള ഇത്ര മോർണിംഗ് മീറ്റിങ്ങുകളും അതേപോലെ തന്നെ GTS പ്രോഗ്രാമുകളും 1 ഡേ പ്രോഗ്രാമുകളും അതേപോലെ FSS ഇതൊക്കെ RTP അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ പൈസയുടെ മൂല്യം നോക്കിയിട്ട് ഒരിക്കലും പോവാതെ നമ്മളിത് പഠിക്കേണ്ടതാണെന്ന് പൂർണ്ണമായ ബോധ്യത്തോടു കൂടി ഇതിനൊക്കെ ഫണ്ട് ചെലവാക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്കറിയാലോ, ഒരു MBBS ഡോക്ടർ ആ ഡോക്ടർ ആകണമെങ്കിൽ 5 കൊല്ലം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് 1 കോടി രൂപയുടെ മുകളിൽ ചെലവാണ് ഒരു MBBS ഡോക്ടറായിട്ട് ഇറങ്ങുമ്പോൾ. സർക്കാരിൽ അല്ലെങ്കിൽ കേട്ടോ പറയുന്നത്. അങ്ങനെ അത്രയും പൈസ മുടക്കിയിട്ട് അവര് 5 കൊല്ലം അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പോലും ചിലപ്പോൾ അന്യ സംസ്ഥാനത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. അത് കഴിച്ചുകൊണ്ടാണ് അവർ MBBS ഡോക്ടറായിട്ട് വരുന്നത്. വന്നാൽ ഇവർക്ക് കിട്ടുന്ന സാലറി എത്രയാ? 1.5 ലക്ഷം രൂപ അല്ല 1.25 ലക്ഷം രൂപ മാക്സിമം. അത് മാക്സിമം. അങ്ങനെ ആ 5 വർഷത്തെ പഠനവും 1 കോടി രൂപ മുടക്കിയിട്ടും കിട്ടുന്ന ഒരു വരുമാനം അതാണെങ്കിൽ നമ്മൾ മൈ ലൈഫിൽ എന്താ പറയുന്നത്, നിങ്ങൾ കുറച്ച് പ്രൊഡക്റ്റ് എടുത്തിട്ട് നിങ്ങളത് ഉപയോഗിക്കുക, എന്നിട്ട് അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യും, എന്നാൽ നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാം. എത്ര വരുമാനം? ആഴ്ചയിൽ 450 രൂപ മുതൽ 2,10,000 രൂപ വരെ അല്ലേ? അപ്പൊ ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മൾ അറിഞ്ഞോ അറിയാതോ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് എത്തിയെന്നേ പറയാൻ പറ്റൂ. ദൈവത്തിന്റെ അനുഗ്രഹം ഇല്ലാത്തവർക്ക് ഇതിനകത്ത് നിൽക്കാനും കഴിയില്ല, എത്താനും കഴിയില്ല. എൻ്റെ ഒരു വിശ്വാസമാണ് പറയണേ. ഇതിലിവിടെ പണം മാത്രമാണ് നമുക്ക് തരുന്നത് അല്ല, നമുക്കൊരു മനുഷ്യനെ ഏതൊക്കെ രൂപത്തിൽ മനുഷ്യനാക്കി തീർക്കും, ഒരു പൂർണ്ണ മനുഷ്യ രൂപത്തിലേക്ക് എത്തിക്കാൻ കഴിയും. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന പൂർണ്ണ മനുഷ്യനല്ലേന്ന് ചോദിച്ചാല്, നമ്മളിപ്പോ ഒരു വ്യക്തി നമ്മോട് എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ എടുത്തു ചാടി സംസാരിക്കുന്ന ദേഷ്യവും കാര്യങ്ങളൊക്കെ പുഞ്ചിരിക്കാൻ പോലും മടിക്കുന്ന ആളുകളായിരിക്കും ഇപ്പം തുടക്കത്തിൽ എല്ലാവരും. പക്ഷെ ഇവിടെ നമുക്ക് എന്തൊക്കെ പഠിപ്പിക്കുന്നുണ്ട്, ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടൊരു മനുഷ്യ സമൂഹത്തിൽ യോജിക്കുന്ന രൂപത്തിൽ അവന്റെ സംസാരവും ഇടപെടലും സ്നേഹവും, അങ്ങനെ ഒരു മനുഷ്യ വ്യക്തിത്വത്തെ എങ്ങനെയൊക്കെ വളർത്തി വലുതാക്കി എടുക്കാമെന്ന് ചോദിച്ചാൽ ആ രൂപത്തിലൊക്കെ നമ്മളൊക്കെ വളർത്തി വലുതാക്കുന്ന ഒരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു. അതിനെ പറ്റിയ ലീഡേഴ്സാണ് നമ്മൾ കൂടുതലുള്ളത്. കാരണം വെല്ലിസാറിന്റെ ഓരോ പ്രോഗ്രാമുകൾ കേൾക്കുമ്പോൾ നമുക്കറിയാം മനുഷ്യൻ എന്താണെന്ന്. ഞാൻ പഠിച്ചത് വെല്ലിസാറിന്റെ ക്ലാസ്സിലൂടെയാണ്. കാരണം ഒരു മനുഷ്യൻ എന്തായി തീരണമെന്ന് പഠിച്ചത് അപ്പം 1 ഡേ പ്രോഗ്രാമിലൂടെ. അതുപോലെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മളെ ഒരു കമ്പനിയിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ അറിഞ്ഞോ അറിയാതെ വന്നതാണെങ്കിൽ നിർബന്ധമായിട്ട് പഠിക്കാൻ നിർബന്ധമാണ്. നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കുന്നതിനെ കുറിച്ചിട്ട്. പിന്നെ ഡയറക്ട് സെല്ലിങ്ങിന് എന്തിനു ചെയ്യണമെന്ന് ചോദിച്ചാല്, ഇപ്പം നമുക്കറിയാം, ഞാനിപ്പോ ഏകദേശം 30 വർഷത്തോളായിട്ട് മറ്റു മേഖലയിൽ ജോലി ചെയ്ത ആളാണ് കൃത്യമായിട്ട്. പക്ഷെ ടോട്ടലി കണക്ക് കൂട്ടി നോക്കുമ്പോൾ വലിയൊരു ബെനിഫിറ്റ് ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. കുറച്ച് സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ബാക്കി വെച്ചിട്ടുള്ളൂ. അപ്പൊ ഇത് ഓരോ സാധാരണക്കാരും ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകളുടെ ഒരു അവസ്ഥ തന്നെ ആയിരിക്കും. ഞാൻ എന്നെ ഉദ്ധരിച്ചാ പറയുന്നെങ്കിൽ പോലും 90% ആളുകളും ഒറ്റയ്ക്ക് ജോലി ചെയ്ത ആളുകൾക്ക് ടോട്ടലി ഒരു 10-30 വർഷം കണക്ക് കൂട്ടി നോക്കിയാൽ അവർ ജീവിച്ചു പോയിട്ടുണ്ടാവും. അങ്ങനെ വളരെ വിഷമത്തോടും കടവും കാര്യങ്ങളൊക്കെ കൂടെയായിട്ട് ജീവിച്ചു പോയിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ നമ്മൾ 4-5 വർഷം ഈ ഒരു മേഖല കണ്ടിന്യൂ ആയിട്ട് പ്രവർത്തിച്ചാൽ നമുക്ക് ജീവിതത്തിൽ 3 തലമുറയ്ക്ക് ജീവിക്കാൻ പറ്റിയൊരു
അവസരമാണ് നമ്മളെ കൈകളിൽ എത്തിയിട്ടുള്ളത്. അപ്പൊ ഇതിനെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാ. അതേപോലെ തന്നെ നമ്മളിപ്പം ഒരു ഈ ബിസിനസ് സാധാരണ ചെയ്യുകയാണെങ്കിൽ ചെയ്യുന്ന ഒരു വ്യക്തിയോടെ പറയാനുള്ളത്, നമ്മളിത് വെറുതെ എന്തോ ചെയ്യലല്ല, നമ്മൾക്ക് ആഗ്രഹങ്ങളും ആശകളൊക്കെ ഉണ്ടാവണം, ഇല്ലേ? നമുക്ക് സാധാരണ വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വീട്, നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരാ ഉണ്ടാവുക? അതൊക്കെ ഒരു വാഹനം. നമ്മൾ സമൂഹത്തിൽ നല്ലൊരു വ്യക്തിത്വമൊക്കെ ആയി ജീവിക്കണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു സാധാരണ ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ ആ രൂപത്തിൽ മാറാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. കാരണം അങ്ങനെയാണ് ഞാൻ എപ്പോഴോ മാറേണ്ടത്. കാരണം എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ മരഫീൽഡിൽ വർക്ക് ചെയ്ത ആളാണ്. പക്ഷെ എനിക്ക് ഇന്ന് വരെ എൻ്റെ ആഗ്രഹങ്ങൾക്ക് ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇനി അങ്ങോട്ടുള്ള കുറഞ്ഞ കാലവും കൂടി ഈ രൂപത്തിൽ പോയാൽ ജീവിക്കാൻ പറ്റും തോന്നുന്നുണ്ടോ? ഒരിക്കലും കഴിയില്ല. കാരണം ഞാനൊരു 40-45 വയസ്സുള്ള സമയത്ത് പോലും ചിന്തിച്ചൊരു വിഷയത്രേ ഉള്ളൂ, ഒരു 60 വയസ്സാകുമ്പോഴേക്ക് എനിക്കൊരു അക്കൗണ്ടിലൊരു വരുമാനം കിട്ടണം, പാസീവ് ഇൻകം പോലെ കിട്ടണം. അതിന് എന്ത് വേണം? ഒരു ടൗണിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ അങ്ങാടിയിൽ എവിടെയെങ്കിലും 2-3 പീടിക പണിതിട്ട് അത് വാടകയ്ക്ക് കൊടുത്താൽ അതിൽ നിന്നുള്ള വരുമാനം എനിക്ക് പ്രായമായിട്ടല്ലേ ഞാൻ കിടക്കയിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. അത് മതി ചിന്തിച്ച ആളാ. പക്ഷെ ഒരിക്കലും എന്താണ് ഇനിയുള്ള കാലഘട്ടത്തിൽ അതും ആവശ്യം, അതും സാധ്യതയില്ല. കാരണം അങ്ങാടികളൊക്കെ പൂട്ടുന്ന അവസ്ഥയുള്ളത്. അപ്പൊ പിന്നെ കട കൊടുത്തിട്ട് എന്താ കാര്യമുള്ള? ആരോ വാടക എടുക്കണ്ട. ഇപ്പൊ തന്നെ ഒരുപാട് ബിൽഡിങ്ങുകൾ നമ്മുടെ ടൗണുകളൊക്കെ ബിൽഡിംഗ് പണിതിട്ട് വാടകയ്ക്ക് കൊടുക്കും, റെന്റിന് കൊടുക്കാണ് ബോർഡ് വെച്ചിരിക്കുന്ന സാഹചര്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഒരു വലിയ പൈസ മുടക്കില്ലാണ്ട്, അല്ലെ, ഒരു എന്തോ കാര്യമായിട്ട് വലിയ പൈസ മുടക്കുണ്ടോ നമുക്ക്? ഇല്ല. ചെറിയ പൈസ മുടക്കിലൂടെ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്താൽ കൃത്യമായിട്ട് നമ്മൾ ഇതിന് പഠനം നടത്തി അത് പഠനത്തിലൂടെ നമുക്ക് എന്താക്കാം, 4-5 വർഷം കൊണ്ട് കൃത്യമായ ഒരു പാസീവ് ഇൻകത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അപ്പം നിർബന്ധമായിട്ടും നമ്മൾ പ്രത്യേകിച്ച് ഒരു 40-45 വയസ്സ് കഴിഞ്ഞ ആളുകൾ ഇത് കൃത്യമായിട്ട് പഠിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. എന്തായാലും 60 വയസ്സാകുമ്പോഴേക്കും നമ്മൾ എന്താണ് നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കോടീശനായി മാറാൻ കഴിയും. ഇവിടെ 5 വർഷം കൊണ്ട് നമുക്ക് വലിയ ഏൺ ചെയ്യാൻ പറ്റുമെങ്കിലും ഇപ്പൊ നമുക്ക് നമ്മൾ വലിയ വലിയ ലീഡേഴ്സിന്റെ കഥകൾ എടുത്ത് നോക്കിയാൽ 10-13 വർഷം കൊണ്ട് കോടികൾ വരുമാനം വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം 2018 ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടന്നു വരുമ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിട്ടൊന്നും വന്ന ആളല്ല. നമ്മൾ കോഴിക്കോട് വലിയൊരു മുബീൻ സാറിന്റെ നേരത്തെ നടന്ന വലിയൊരു പ്രോഗ്രാം നടന്നു, ഭ്രമരം. ഇതിൽ പല പഴയ ലീഡേഴ്സും അറിയാം ഭ്രമരത്തെ കുറിച്ചിട്ട്. ആ ഭ്രമരത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ നമ്മളെ ഫൗണ്ടർ ആയിട്ടുള്ള ബെല്ലി സാർ NTC ലീഡറാണ്, സാർ TC എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഇന്ന് 4-5-6 വർഷം കൊണ്ട് അവരെ ഒരു മാറ്റങ്ങൾ നമ്മൾ വീക്ഷിച്ചാൽ മതി. കാരണം ഒരു TC റാങ്കിൽ നിന്ന് സാറിന് NTC ആണ്. അതേപോലെ തന്നെ ഒരു NTC ലീഡർ ആയിരുന്നു ഇന്ന് WTC ആണ്. അതേപോലെ ശ്രീധരൻ സാറൊക്കെ DTC റാങ്കിൽ ശ്രീധരൻ സാറിൽ നിന്ന് ITCക്ക് മാറി. ITCയിലേക്ക് മാറുമ്പോൾ മാറ്റം എന്താ? അവരുടെ ജീവിതം എത്രത്തോളം മാറി. അപ്പൊ ഇവിടെ 4-5 മാക്സിമം 6 വർഷം കൊണ്ട് ഇനി കാലഘട്ടത്തിൽ അത് വേണ്ടെന്ന് എൻ്റെ കാഴ്ചപ്പാട്. കാരണം ഈ വരുന്ന കാലഘട്ടത്തിൽ 5-6 വർഷമൊന്നും വേണ്ട, നമ്മളെ പ്രൊഡക്റ്റുകൾ ഇറങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പൊ നമുക്കറിയാം ഈ മാസം 29-ാം തീയതി, ഒക്ടോബർ 29-ാം തീയതി ഉണ്ട് ബോംബെയിൽ വെച്ച് വലിയൊരു NTC ലീഡേഴ്സിന്റെ ഒരു മീറ്റിംഗ് നടക്കാൻ പോവാ. അവിടെ എത്ര പ്രൊഡക്റ്റ് ലോഞ്ചിങ് ആകുമ്പോൾ പറയാൻ പറ്റില്ല. അപ്പൊ ആ രൂപത്തിലേക്ക് നമുക്ക് ഒരുപാട് പ്രൊഡക്റ്റ് കൈകളിലേക്ക് വന്നുകൊണ്ടിരിക്കുക. കാരണം 6-7 പ്രൊഡക്റ്റ് വെച്ചിട്ട് ഇവിടെ സീലിംഗ് ആയ ലീഡേഴ്സ് ഉണ്ട് ഒരുപാട്, അല്ലേ? 7 പ്രൊഡക്റ്റ് വെച്ചിട്ട് 2-10 വീക്കിലി ഇൻകം വാങ്ങിയ ലീഡേഴ്സ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പൊ ഇനി വരുന്ന 10,000 പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിലേക്ക് എത്താൻ നമ്മളൊക്കെ അവസ്ഥ ചിന്തിച്ചു നോക്കിയേ. ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ എന്താ പറയാ ഒരു സൂപ്പർ മാർക്കറ്റിന്റെ ഉടമയായിട്ട് മാറിയല്ലേ നമ്മള്. അപ്പൊ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിക്കണം, പഠിച്ച് പ്രവർത്തിക്കണം. അപ്പം നമ്മളിത് പഠിക്കാനുള്ള മേഖലകളെ ഞാൻ പറഞ്ഞു നേരത്തെ. കാരണം GTSും അതേപോലെ തന്നെ പിന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ലിസ്റ്റ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ഒരു ബിസിനസ് ഡെവലപ്പ് ആകണമെങ്കിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടി ഫസ്റ്റ് എന്നാ പറയാം, അല്ലേ? ലിസ്റ്റ് വെച്ച് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ടീമിന് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. അതിന്റെ പേരിൽ ലിസ്റ്റ് ഇല്ലാത്തതിന്റെ പേരിൽ തന്നെ പല ആളുകളും പറയാറുണ്ട്, എനിക്ക് ആളെ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ കൂടുതൽ ആള് വരുന്നില്ല. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ലിസ്റ്റ് പ്രകാരം ലീഡേഴ്സിന്റെ സാന്നിധ്യത്തിൽ കൂടി പ്രവർത്തിച്ച് നമുക്ക് ടീം ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോ തുടക്കത്തിൽ 2024 ജൂൺ 8-നാണ് അതിലേക്ക് എൻട്രി ചെയ്തത്. 2 വർഷമായി. 2 വർഷം 2 മാസം ഏകദേശം. തുടക്കത്തിൽ വന്നപ്പോഴേ ഞാനൊരു ഫുൾ ടൈം കയറിയായിട്ടും ഫുൾ ടൈം ആയിട്ടും ചെയ്തില്ല, കുറഞ്ഞ പ്രൊഡക്റ്റ് ഒക്കെ വാങ്ങി അങ്ങനെ ഉപയോഗിച്ച് ഒരു 5-6 മാസം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഫുൾ ടൈം ആയിട്ട് ചെയ്യണമെന്ന് തോന്നിയത്.
അങ്ങനെ ഇപ്പൊ ചെയ്തപ്പോ ഏകദേശം 1.5 വർഷത്തിന് മുകളിൽ, 1.5 വർഷം ആയി എന്ന് പറയാം, പൂർത്തീകരിച്ചെന്ന് പറയാം, ഏകദേശം ഈ ഒരു റാങ്കിലേക്ക് എത്താൻ വേണ്ടി. അപ്പൊ നമ്മൾ പലരും ഇതിനെ കൃത്യമായിട്ട് മനസ്സിൽ ബോധിച്ചിട്ടില്ല എന്ന് പറയാം. കാരണം ഏറ്റവും വലിയ ഉദാഹരണം നമ്മൾ ഉമർ ഉസ്താദിനടുത്ത് പറയാം. ഉമർ ഉസ്താദ് തുടക്കത്തിൽ വന്ന സമയത്ത് ഉമർ ഉസ്താദിനെ ഒരു മനസ്സുകൊണ്ട് കുറ്റപ്പെടുത്തിയ വ്യക്തിയാണ്. കാരണം അന്ന് നമ്മളെ ഈ പ്ലാറ്റ്ഫോമിൽ മൈലൈഫിൽ ഒരു ഉസ്താദന്മാരെ മേഖല ആരും ഇല്ല കാര്യമായിട്ട്. അപ്പൊ ഞാൻ ചിന്തിച്ചേ ഈ ഉസ്താദൊക്കെ കണ്ടപ്പോ എന്താ ചെയ്യാന്നാ ചിന്തിച്ചേ. പക്ഷെ ഇന്ന് നോക്കി ഞാൻ മാറി നിന്നു. ഉമർ ഉസ്താദ് CTC എന്ന റാങ്കിൽ, ഈ റാങ്ക് മാത്രമല്ല കേട്ടോ, അവരെ വരുമാനം കൂടെ നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ എന്തുകൊണ്ട് നമുക്കൊരു ഉറച്ച തീരുമാനം ഈ മേഖല എടുക്കാൻ കഴിയില്ല? നമ്മൾ ഇപ്പോഴും മൈലൈഫിനെ വിശ്വസിച്ചിട്ടില്ല എന്നാ പറയാൻ പറ്റുക. മൈലൈഫിനെ വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ നിലനിൽക്കുന്ന ഒരു വർഷം, ഒന്നര വർഷം ചിലപ്പോൾ നമ്മൾ കുറച്ച് കഷ്ടപ്പാട് അനുഭവിക്കേണ്ടി വരും. ഫുൾ ടൈം ആയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത് വലിയ ഗ്രോത്ത് ഉണ്ടാക്കാൻ കഴിയുക. അതല്ല നമ്മൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാം. പക്ഷെ മൈലൈഫിൽ ഇപ്പൊ 5 വർഷം കൊണ്ട് NTC ആയ ലീഡറാണ് നമ്മൾ റഷീദ് സാറ്, ഇല്ലേ? എന്നാൽ 9 വർഷമായിട്ടും NTC സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളും ഇല്ലേ? എന്തുകൊണ്ടാ വെച്ചാല് നമ്മളത് അത്രത്തോളം മനസ്സിലേക്ക് സ്വീകരിച്ചു എന്നുള്ളൊരു ഏറ്റവും വലിയ തെളിവാണ് അതൊക്കെ. 9ഉം 10ഉം വർഷമായിട്ട് NTC റാങ്കിൽ നിൽക്കുന്ന ആളുകളുണ്ട്. ശരിക്കും കുറ്റപ്പെടുത്തല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാല് അതിന്റെ ഒരു പഠിക്കാനും പ്രവർത്തിക്കാനും അത് ഫുൾ ടൈം ആയിട്ട് ചെയ്യാനുള്ള മനസ്സിലാകുമ്പോഴാണ് നമുക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക. അങ്ങനെ മാറുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഇത് എന്താ ചെയ്യുക, ഒരു 4-5 വർഷം കൊണ്ട്, എനിക്ക് എന്റെ കാഴ്ചപ്പാടാ പറയുന്നത്, 4-5 വർഷം കൊണ്ട് വലിയൊരു വരുമാനത്തിന് നമ്മൾ എത്താൻ ശ്രമിക്കണം. ഒരുപാട് കാലം ചെയ്തിട്ട് 10 കൊല്ലം ചെയ്തിട്ട് 1 കോടി കിട്ടുന്നതും 5 വർഷം കൊണ്ട് 1 കോടി കിട്ടുന്നതും നമ്മൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത് 5 വർഷം കൊണ്ട് 1 കോടി കിട്ടുന്ന. അതിനെന്ത് ചെയ്യണം? അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വെക്കണം. നമ്മുടെ നാട്ടിൽ കൂടി മാത്രം കറങ്ങിക്കൊണ്ടുണ്ടാവില്ല, ഡെവലപ്പ് ആവില്ല. നമ്മളെ ബിസിനസ് മറ്റു ജില്ലകളിലേക്കും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് വ്യാപിക്കണം. അപ്പോഴേ നമുക്ക് എന്താ, നമ്മുടെ വീട്ടിൽ അല്ലെങ്കിൽ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ നമ്മുടെ ഗ്രാമങ്ങളിലോ മാത്രം ആളുകളെ തേടിക്കൊണ്ട് നിൽക്കാതെ നമുക്ക് മറ്റ് ജില്ലകളിലേക്ക് നോക്കാം. പല രൂപത്തിൽ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് ഓരോ പോക്കറ്റുകളും ഓരോ മേഖല ഉണ്ടാക്കാനുള്ള, ഓരോ പോക്കറ്റിൽ നിന്നും ആഴ്ചയിൽ കിടന്ന ബീവിയാണ് നമുക്ക് വരുമാനമായിട്ട് വരിക. അപ്പം നമുക്ക് കോഴിക്കോട് നിന്ന് വിട്ട് ആലപ്പുഴയോ ഈ കണ്ണൂരോ ഇവിടെയൊക്കെ നമ്മൾ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെ മറ്റു രൂപത്തിൽ യാത്രകളോട് ബന്ധപ്പെട്ടിട്ടോ ഒക്കെ നമുക്ക് എന്താക്കാം, അവിടെയൊക്കെ നമുക്ക് ടീമിന് ഉണ്ടാക്കി അതൊക്കെ നമ്മൾ ഓരോ പോക്കറ്റുകളായിട്ട് മാറ്റുക. അപ്പൊ ഒരു 100 പോക്കറ്റുകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞാല്, ടീം ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ പോക്കറ്റുകളിൽ നിന്നൊക്കെ നമുക്ക് വീക്കിലി അവർ ചെയ്യുന്ന പർച്ചേസിന്റെ ഒരു ടേൺ ഓവർ അല്ലേ നമുക്ക് വരുമാനമായിട്ട് കിട്ടണേ. അപ്പൊ നമ്മളൊരു 100 കട തുടങ്ങാൻ തീരുമാനിച്ചാൽ കൂട്ടിയാൽ മതി. നമ്മളൊരു സ്വാഭാവികമായിട്ട് ഞാനിപ്പോ ഒരു തട്ടുകട തുടങ്ങാൻ നോക്കാം. ഏകദേശം വൈകുന്നേരം ആകുമ്പോഴേക്കൊരു 3000 രൂപ അതിനകത്തൊരു വരുമാനം ഉണ്ടെങ്കിൽ, 2 സ്റ്റാഫും ഉണ്ടെങ്കിൽ ഈ ഒരു 1000 രൂപ കൂലി ഉണ്ടാവുള്ളൂ. പക്ഷെ അവിടെ ശരിക്കും പറഞ്ഞാൽ 2 സ്റ്റാഫിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമ്മളതൊരു അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞു, നിങ്ങൾ നടത്തിക്കുക, എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്ക് ഒരു 1000 രൂപയ്ക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ആ സ്റ്റാഫുകൾ ഏറ്റെടുക്കും. കാരണം ഒരു ഉടമയുടെ കീഴിലല്ലല്ലോ, ഏറ്റെടുക്കും. അങ്ങനത്തെ ഒരു 30 കട നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞാൽ കമ്പനി പറഞ്ഞ സീലിംഗ് അച്ചീവിലേക്ക് നമ്മൾ എത്തും, അല്ലേ? ഡെയിലി 30,000 രൂപ കിട്ടുന്ന പറയണേ. അത് വാങ്ങിച്ച ഒരുപാട് ആളുകൾ ഡെയിലി 30,000 രൂപ കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണ്. നമ്മൾ അത് കിട്ടിയ ഒരുപാട് ലീഡേഴ്സ് നമ്മളെ മുമ്പിലില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് നമുക്കിതിന് തടസ്സം വരുന്നത്? നമ്മൾ ഇന്നും ഇതിനെ കൃത്യമായിട്ട് പഠിക്കാനോ അല്ലെങ്കിൽ നെഞ്ചിലേറ്റാനോ തയ്യാറായിട്ട്, നമ്മൾ കേട്ടതൊക്കെ ഈ ചെവിയിലൂടെ കേട്ടു മറു ചെവിയിലൂടെ വിട്ട ആളുകളാ. പക്ഷെ മൈലൈഫിൽ വിജയിച്ച ആളുകൾ ആരൊക്കെയാ? ഇതിനെ കേട്ടിട്ട് ഇവിടെ നെഞ്ചിനുള്ളിൽ സ്വീകരിച്ച ആളുകളാ മൈലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഉമർ ഉസ്താദ്, അല്ലേ? ഉമർ ഉസ്താദിനോട് മൈലൈഫിനെ കുറിച്ച് ഒരാള് കുറ്റം പറഞ്ഞാൽ അയാളെ അർത്ഥത്തെ വിടൂ. എന്തുകൊണ്ടാ? ഉമർ ഉസ്താദ് അത്രയും അവനെ സ്നേഹിക്കുന്നോണ്ടാ. മക്കളോട് പോലും, ഞാൻ കേട്ടത് ശരിയാണ്, മക്കളോട് പോലും ഡിഗ്രി കഴിഞ്ഞാൽ മരുമകളോട് പോലും പറഞ്ഞിട്ട് ഇവിടുന്ന് ജോലി ചെയ്യുന്നില്ല, മൈലൈഫ് വെച്ചു എല്ലാത്ത ജോലിക്കും പോകണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അവരെ വരെ ആ രൂപത്തിലേക്ക് അതിന്റെ ഉള്ളിലുള്ള ഈ ഒരു ഇഷ്ടം കൊണ്ടാ അങ്ങനെ പറയാൻ സാധിക്കുന്നത്. നമുക്ക് എത്ര പേർക്ക് നമ്മളെ മക്കളോട് അങ്ങനെ പറയാൻ കഴിയുന്നുണ്ട്? നിങ്ങൾ മൈലൈഫ് ചെയ്യാമെന്ന് പറയാൻ കഴിയുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? നമ്മളിത് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ സ്വീകരിക്കണമെങ്കിൽ ഒരുപാട് ക്ലാസ്സുകളും ട്രെയിനിങ്ങുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ബോധ്യമാവും ഇതെന്താണുള്ളത്. ഇപ്പൊ നമുക്കറിയാം, ഒരു ട്രെയിനിങ്ങിന് വിളിച്ചാൽ പോലും ആളുകൾക്ക് സമയമില്ല, അല്ലെങ്കിൽ എന്താ പറയാ, പൈസ ഇല്ല, അത്ര കൊടുക്കണ്ടേ ഇത്ര കൊടുക്കണ്ടേ എന്നാ പറയാ.
നമുക്ക് പുറത്ത് ഒരുപാട് ട്രെയിനിങ്ങൾ നടക്കേണ്ടതേ, മോട്ടിഫിക്കേഷൻ ഒരുപാട് ട്രെയിനിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ എത്ര അതിനൊക്കെ ഒന്ന് ഒരു ഫീസ് ഒന്ന് അന്വേഷിച്ച് നോക്കിയേ. 1000 രൂപയിൽ കുറഞ്ഞ് ഒരു മോട്ടിവേഷൻ ക്ലാസ്സിനും ഇവിടെ ഒരു ക്ലാസ്സിനും 1000 രൂപ കുറഞ്ഞ് ആരും വാങ്ങാറില്ല. ഇപ്പൊ നമുക്ക് ഇപ്പം നമ്മുടെ ഈ ബാലുശ്ശേരി പ്രോഗ്രാം 300 രൂപയ്ക്ക് നമുക്കൊരു ഓണസദ്യ അടക്കം ഒരുക്കിക്കൊണ്ടിട്ടാണ് നമ്മളെ ലീഡേഴ്സ് ആ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഈ 300 രൂപ എന്ന് പറയുമ്പോൾ ഏകദേശം നമുക്കൊരു സദ്യ ഒന്നൊരു ഹോട്ടലിൽ പോയി കഴിക്കണമെങ്കിൽ തന്നെ 300 രൂപ ഉണ്ട്. 300 500 ഒക്കെയാണ് ഒരു ഹോട്ടലിൽ ഒരു സദ്യക്ക് വാങ്ങുന്ന ചാർജ്. പക്ഷെ ഇവിടെ നമ്മൾ ടീം ആ ലീഡേഴ്സിന്റെ ഇടപെടൽ കൊണ്ട് 300 രൂപയ്ക്ക് നല്ല സദ്യ അടക്കേണ്ട പ്രോഗ്രാം ഒരുക്കുക. ഇതിന് പോലും നമുക്ക് പോരാൻ തയ്യാറില്ലാത്ത ഒരുപാട് ആളുകളെ നമ്മൾ കൂട്ടത്തില്ല. പിന്നെ നമ്മൾ വിജയിക്കുമോ? അപ്പൊ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകളൊന്നും അതേപോലെ അച്ചീവേഴ്സിലെ നമ്മൾ ഓരോ ഘട്ടത്തിലും നമ്മളെ അച്ചീവ്മെന്റ് ആണ് മറ്റുള്ളവർക്ക് പ്രചോദനമായിട്ട് മാറുക. അപ്പൊ നമ്മൾ കൃത്യമായിട്ട് അച്ചീവ്മെന്റ് ആവാനുള്ള ശ്രമം എന്തൊക്കെ ഉണ്ടോ, ടീം വെക്കുന്ന അല്ലെങ്കിൽ കമ്പനി വെക്കുന്ന ഓരോ സംഭവങ്ങൾ നമ്മൾ ഫസ്റ്റ് തന്നെ എത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ കമ്പനി കൊടുത്തിട്ടുള്ളതാണ് 10,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്താൽ 500 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ, 15,000 രൂപയുടെ പ്രൊഡക്റ്റ് എടുത്താൽ 1000 രൂപ പ്രൊഡക്റ്റ് ഫ്രീ. ഇത് എത്രത്തോളം ആളുകളൊക്കെ ഇതൊക്കെ വാങ്ങിയെന്ന് എനിക്ക് അറിയില്ല. അപ്പം ഇതൊക്കെ നമ്മൾക്ക് കമ്പനി ഓരോ കാര്യങ്ങളും ഫ്രീ ആയിട്ട് തന്നുകൊണ്ടിരിക്കുക. അപ്പൊ അത് നമ്മൾ വാങ്ങാൻ തയ്യാറ്. അതുപോലെ തന്നെ അതാത് ടീമുകൾ വെക്കുന്നുണ്ടാവാം. ഇതിലൊക്കെ നമ്മൾ അച്ചീവ്മെന്റ് ആവുക. അതേപോലെ തന്നെ നമ്മളെ റാങ്കുകളൊക്കെ വലിയൊരു താമസമില്ലാണ്ട് ഇപ്പം ഒരു റാങ്ക് മാറിയിട്ടല്ലേ അടുത്ത റാങ്കിലേക്ക് നമ്മൾ തന്നെ ഒരു ഡേറ്റ് എഴുതി വെക്കുക. ഇന്ന ഡേറ്റ് കൊണ്ട് ഞാൻ ഇന്ന റാങ്ക് അച്ചീവ്മെന്റ് ആവുന്നുള്ളത്. അത് നമ്മൾ ഡെയിലി നോക്കുകയും ചെയ്യണം. ഞാനിപ്പം സെറ്റിസിലേക്ക് ഒരു ഡേറ്റ് ഉണ്ട്. ആ ഡേറ്റിലേക്ക് നമ്മൾ ഇടയ്ക്കെടുത്ത് നോക്കണം ഏത് ഡേറ്റ് ഞാൻ കണ്ടുവച്ചുള്ളത്. അപ്പൊ അങ്ങനെ ഓരോന്നിനും ഓരോ ഡേറ്റ് നിശ്ചയിച്ചുകൊണ്ട് നമ്മളെ ഗോളുകള്, നമ്മളെ ആഗ്രഹങ്ങള് അതൊക്കെ നമ്മളൊരു ബുക്കിലേക്ക് ഇടുമ്പോൾ നമ്മളെ മനസ്സിൽ നിന്ന് പകർത്താൻ ശ്രമിക്കും. ഒന്ന് എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ ഇന്ന ഡേറ്റിന് ഇന്ന സംഭവം ചെയ്യും എന്നൊരു തീരുമാനം എടുത്ത് നോക്കി. നമ്മളെ ഓരോ കാര്യങ്ങളും നമ്മളെ എത്തിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ട് ഇന്ന് സംസാരിക്കുന്നത് എന്നതിൽ ഓരോ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കലാണ്. നമ്മളെ തീരുമാനമാണ് നാളെ വിജയിക്കുന്നത് തീരുമാനിക്കുന്നത്. വിജയിക്കണം, എനിക്ക് ശക്തമായിട്ട് ഈ മേഖലയിലൂടെ വിജയിക്കാൻ കഴിയുന്ന ബോധ്യമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തിരിഞ്ഞു മറിഞ്ഞ് നോക്കരുത്. ശക്തമായിട്ട് ഇതിനുവേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓരോ മോർണിംഗ് മീറ്റിങ്ങിലൂടെ വ്യത്യസ്തമായ ലീഡേഴ്സ് വന്ന് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരാണ്ടില്ലേ, അതൊക്കെ വിജയിക്കാനുള്ള മാർഗങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പൊ ആ രൂപത്തിലേക്ക് നമ്മൾ ഇതിനെ കൃത്യമായിട്ട് പഠിച്ച് പ്രവർത്തിക്കാൻ തയ്യാറാണോ? നിങ്ങൾക്ക് 4-5 വർഷം കൊണ്ട് നിങ്ങളുടെ നാട്ടിൽ അറിയപ്പെടുന്ന വലിയ ഒരു സാമ്പത്തിക മാറ്റമുണ്ടാക്കിയ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറാൻ കഴിയും. പിന്നെ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണ്. പ്രൊഡക്റ്റിനെ പറഞ്ഞാൽ നമ്മളെന്താ, ഒരു റിസൾട്ട് ഇല്ലാത്ത ഒരു പ്രൊഡക്റ്റ് പോലും കമ്പനി ഇറക്കിയിട്ടില്ല. കാരണം നമ്മളത് വെൽനസ് ആണ്, രോഗം വരാതിരിക്കാനുള്ളതാണ് എന്നൊക്കെ നമുക്കറിയാമെങ്കിലും നമ്മൾ രോഗം വന്ന ആളുകൾക്ക് കൊടുത്ത് മാസ് റിസൾട്ടാണ് കിട്ടിക്കൊണ്ടിരിക്കണേ. പിന്നെ സംബന്ധിച്ചാൽ ക്യാൻസർ പേഷ്യന്റ് വരെ കൊടുത്തിട്ട് 90 പോലത്തെ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അപാര റിസൾട്ട്. കാരണം ഒരിക്കലും നമ്മൾ പോലും ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്ക് നമ്മളെ പ്രൊഡക്റ്റിന് റിസൾട്ട് വന്നുകൊണ്ടിരിക്കണേ. അപ്പം നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്ന് ഉപയോഗിക്കാൻ. ഇപ്പൊ ഈ മഴക്കാലം കടന്നുപോയി, എത്ര ആൾക്കാർ നമുക്ക് അറിയാം നമ്മളെ മൈലേറ്റ് ചെയ്യുന്ന വ്യക്തിത്വങ്ങൾ എത്ര ആളുകൾ കവചം ഉപയോഗിച്ചിട്ടുണ്ടാവും. നമ്മൾ സ്വയം വിലയിരുത്തിയാൽ മതി നമ്മൾ എന്തൊക്കെയാണ് ഉപയോഗിച്ചെന്നുള്ളത്. അപ്പം നമ്മളോട് കമ്പനി പറഞ്ഞെന്തൊക്കെ, നിങ്ങൾക്ക് 3 കാര്യങ്ങൾ കൃത്യമായിട്ട് കിട്ടും ഈ കമ്പനിയിൽ. ഒന്നെന്താണ് ഹെൽത്ത്, രണ്ടാമത്തെ വെൽത്ത്, ഫ്രീഡം, ഹാപ്പിനെസ്. ഈ 3 കാര്യം കിട്ടാൻ കഴിയുള്ള തരാൻ കഴിയുള്ള ഒരു പ്ലാറ്റ്ഫോമിലാണ് നമ്മളുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് നമ്മളെ ആരോഗ്യം നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ്. നമ്മൾ രോഗിയായിട്ട് നമ്മൾ മറ്റൊരാളോട് പറയാൻ പോയാലും എന്താവും, അവർ സ്വീകരിക്കോ? നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളതാണ് അവരെ മനസ്സിലേക്ക് സ്വീകരിക്കുക അല്ലേ? നമ്മൾ സത്യം പറഞ്ഞാലേ കേൾക്കുന്ന ആളെ സ്വീകരിക്കുള്ളൂ. നമ്മൾ നുണയാണ് പറയുക, ഒരിക്കലും അയാളെ മനസ്സ് സ്വീകരിക്കൂല. ഞങ്ങളെ പ്രവാചകർ ഒരു വാക്കുണ്ട്, സാദിക്കിൽ മുസദ്ദിഖ് എന്നാണ്. സത്യം പറയുന്നതും സത്യം സ്വീകരിക്കുന്നതും ഒരേ തങ്ങൾക്കേ കഴിയുന്ന എന്നതുകൊണ്ട് നമ്മളും ഈ രൂപത്തിൽ സത്യം പറയുന്നവരായിട്ട് മാറുക. അപ്പോഴേ നമ്മളെ കേൾക്കുന്ന ആളുകളും അത് സ്വീകരിക്കുള്ളൂ. അപ്പം ഈ രൂപത്തിൽ നമ്മൾ ആദ്യം ഒരു കോൺഫിഡൻസോടെ ഈ കമ്പനിയിൽ ഞാൻ എൻ്റെ ജീവൻ പോയാലും ഞാൻ ഈ കമ്പനി പ്രവർത്തിക്കും
എൻ്റെ ഫാമിലിക്ക്, നാളെ എൻ്റെ കുടുംബത്തിന് ഒരാളെ മുമ്പിൽ പോയിട്ട് യാചിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവില്ല എന്നൊരു പൂർണ്ണ ബോധം നമുക്ക് ഉണ്ടാവണം. അതിന് ഏറ്റവും വലിയൊരു സംഭവം നമ്മൾ പറഞ്ഞില്ലേ, ഫാമിലി ഫെസിലിറ്റി. നമ്മളില്ലാണ്ടായാൽ പോലും നമ്മളെ ഫാമിലിക്ക് വരുമാനം കിട്ടും അല്ലേ? നമുക്ക് എന്താ വിദ്യാഭ്യാസം ഉള്ളത്? എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിദ്യാഭ്യാസം കുറഞ്ഞ ആളാ. പക്ഷേ ഇന്ന് സർക്കാർ സർവീസിൽ പോലും വിചാരിച്ചത്ര രൂപത്തിലേക്ക് ഫാമിലിക്ക് സെക്യൂരിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുപോലും ഇല്ല. ഉണ്ടോ? ഒരു റിട്ടയർഡ് ആവുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പെൻഷൻ കിട്ടുന്ന അയാൾ നിലവിൽ വാങ്ങിച്ച ശമ്പളത്തിന്റെ പകുതി ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു 60% ആയിരിക്കാം. പക്ഷെ അത് അയാളില്ലാണ്ടായാൽ അയാളെ മാറിക്കോ അവർക്കോ കിട്ടുമ്പോൾ അതിനെ പകുതിയാ വരിക. ഇവിടെ അങ്ങനെയാണോ? നമ്മളെ കമ്പനിയിൽ 2500 ആളുകള് മരണപ്പെട്ടും അല്ലാണ്ടൊക്കെ പോയിട്ട് അതിന് പകരമായിട്ട് 2500 ആളുടെ മുകളിൽ ഏകദേശം ഈ ഒരു പിന്നെ നമ്മളെ ഈ ഒരു സെക്യൂരിറ്റി വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ എനിക്കറിയാം, നമ്മളെ 2018-19 കാലഘട്ടത്തിൽ തൃശ്ശൂരിൽ ഒരു അശോകൻ സാർ ഉണ്ടായിരുന്നു. ഏകദേശം ITC റാങ്കിൽ വർക്ക് ചെയ്ത് വന്നപ്പോഴാണ് മൂപ്പര് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് മരണം ഉണ്ടാകുന്നത്. ആ സമയത്ത് അദ്ദേഹത്തിന് ശേഷം 7 ലക്ഷം രൂപ വരുമാനം ഉണ്ടെങ്കിലും കഴിഞ്ഞ ഒരു പ്രോഗ്രാമിൽ നമ്മള് അങ്കമാലി കറൂറ്റി നടന്നൊരു പ്രോഗ്രാമിൽ ആ ഗീതാ മാഡം ആ സ്റ്റേജിൽ കയറി പറഞ്ഞിട്ട് ഏകദേശം എന്റെ വരുമാനം 30 ലക്ഷത്തോട് അടുത്തു എന്നാ പറഞ്ഞത്. അതേപോലെ ശ്രീജിത്ത് നായർ ഭാര്യ യമുന മാഡം, ഇവരൊക്കെ ആ സ്റ്റേജിൽ അവരൊക്കെ പറഞ്ഞു കേട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. കാരണം അന്ന് ഭർത്താവിന്റെ ഈ പ്രവർത്തനത്തെ വെറുത്ത ആളുകൾ ഇന്ന് ഭർത്താവിന്റെ വരുമാനത്തിനെ പുകഴ്ത്തുന്ന രൂപത്തിൽ മാറിയേ. 30 ലക്ഷത്തിന് മുകളിൽ യമുന മാഡം വാങ്ങുന്നുണ്ടെന്നാ പറഞ്ഞത്. ഇങ്ങനെ കൊടുക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റി ലോകത്തിലുണ്ടോ? ലോകത്തിലെ പോട്ടെ, ഇന്ത്യയിൽ മാത്രം നോക്കിയ, ലോകത്തിലെ മൊത്തം നോക്കണ്ട, ഇന്ത്യയിൽ മാത്രം നോക്കുക. ഇത്രയും ഒരു സാധ്യതയല്ലേ ഏത് സാധാരണക്കാരൻ? ഇവിടെ വിദ്യാഭ്യാസം പ്രശ്നമുണ്ടോ, സാമ്പത്തിക പ്രശ്നം, കളറോ പ്രായോ ഒന്നും നോക്കുന്നില്ലല്ലോ. 74 വയസ്സുള്ള നമ്മളെന്താണ് താമരശ്ശേരി GTS കാണുന്നത്, 74 വയസ്സുള്ള അമ്മ വരെ ഈ മേഖല DTC റാങ്കിൽ കുറഞ്ഞ കാലം കൊണ്ട് എത്തി എന്നുള്ളതാണ്. അപ്പം നമ്മൾക്ക് എന്തെങ്കിലും മുൻപോട്ട് പോകാൻ തടസ്സമുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കുക. നമ്മളാണ് ഏറ്റവും വലിയ തടസ്സം. അപ്പം ഈ തടസ്സത്തിനെ നീക്കണമെങ്കിൽ നമ്മളെ ഓരോ പ്രോഗ്രാമുകളും ആ രൂപത്തിൽ നമ്മൾ കാണണം, അതിൽ പങ്കെടുക്കുക, അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഇനിയിപ്പോ നമുക്കറിയാം 2018 ഏറ്റവും വലിയൊരു മാമാങ്കം നടന്നത് ഭ്രമരമാണെങ്കിൽ വരുന്ന നവംബർ 1 നമ്മളെ കോഴിക്കോടിന്റെ മണ്ണില്, മലബാറിന്റെ മണ്ണിൽ ഏറ്റവും വലിയ മൈലൈഫിന്റെ മാമാങ്കം നടക്കാൻ പോവാ. എക്സോറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? കാരണം ഒരു ഭ്രമരം എന്ന പ്രോഗ്രാമില് നാഷണൽ ടീം കോർഡിനേറ്റർ ആയിരുന്ന വ്യക്തി ഇന്ന് WTC, അതിലൊരു ITC, 2 IDയിൽ കൂടി വലിയ വരുമാനം വാങ്ങാം. ഇതേപോലെ നാളെ നമ്മൾ മാറണമെങ്കിൽ നമ്മൾ ഇത്തരം പ്രോഗ്രാമിലൊക്കെ അറ്റൻഡ് ചെയ്താൽ മാത്രം മതിയോ? പോരാ, ആ സ്റ്റേജിൽ കയറാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കണം. സ്റ്റേജിൽ കയറണം ഉണ്ടാവേണ്ട കമ്പനി എല്ലാവരും ടീം പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ, 3 കാറ്റഗറി കുറിച്ചിട്ടുള്ളത്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് ഡേറ്റ് ഇട്ടുകൊണ്ട് ഒരു സാധാരണ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 3 കാറ്റഗറി പിടിക്കാൻ പറ്റും. പക്ഷെ നമ്മളെന്താണ് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്നുള്ള സത്യം. സീരിയസ് ആയിട്ട് എടുത്താൽ നമുക്ക് ആ ഒരു എക്സോറ പ്രോഗ്രാമിൽ നല്ല അച്ചീവ്മെന്റോട് കയറാൻ കഴിയും. പിന്നെ എനിക്ക് പറയാനുള്ളത് വെച്ചാല് ഒരു മൈലൈഫിന്റെ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാക്കേണ്ട ഗുണങ്ങളാണ്. കാരണം എന്താ വെച്ചാൽ, ഒന്ന് നമുക്ക് നല്ല വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. നമ്മൾ വന്നിട്ട് ഇപ്പൊ നമ്മളൊരു ലുങ്കി മുണ്ട് എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു ബനിയനിട്ട് ഒരാൾ വർക്ക് കൊടുത്താൽ എന്താവും, അദ്ദേഹം എങ്ങനെ നമ്മളെ കാണുക? അപ്പൊ അതുപോലെ നല്ല ധൈര്യത്തോടു കൂടി സംസാരിക്കണം, നല്ല കോൺഫിഡൻസ്. എന്താണ് നമ്മളെ ഹൃദയത്തിൽ അലിഞ്ഞതുപോലെ നമുക്ക് സംസാരിക്കാൻ കഴിയണം. നല്ല വസ്ത്രം ധരിക്കുക, ധൈര്യത്തോട് സംസാരിക്കുക, കോൺഫിഡൻസ്. നമ്മൾ പറയുമ്പോൾ നമ്മൾ ആ പറയുന്ന ആളുകളിലേക്കും കൂടെ എത്തണത്. നമ്മൾ പറയുന്ന ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് മറ്റേ നമ്മളെ മുമ്പിലിരിക്കുന്ന ആളുകളേക്കും പാസ് ചെയ്യാൻ കഴിയണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ പറ്റുമോ, അവര് നമ്മളെ കുറിച്ച് വിലയിരുത്തുള്ളൂ. പിന്നെ പൊതുവില് നമുക്ക് ഉണ്ടാവേണ്ട ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളത്. ഏതൊരു വ്യക്തിയോടും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അവിടെ നമുക്ക് ബഹുമാനിക്കാനുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാവണം. പുഞ്ചിരിക്കുക. ഒരു മനുഷ്യനെ കണ്ടാൽ വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു നോക്കിയേ,
ഇന്ന് നമ്മൾ ഈ നാട്ടിൽ നിന്നാ പുഞ്ചിരിച്ചെങ്കിൽ നാളെ എവിടെയും വെച്ച് കാണുമ്പോൾ അയാൾ ഓർക്കും എവിടെയോ വെച്ച് കണ്ടൊരു വ്യക്തിയാണ് ഇത്. അപ്പം ഒരു മുടക്കും ഇല്ലാത്ത ശരീരത്തിന് ഗുണമുള്ള കുറെ കാര്യങ്ങള് പുഞ്ചിരിക്കുക എന്ന് നമ്മുടെ ശരീരത്തിന് ഗുണമാണ്. ചിരിക്കുക എന്ന് നമ്മൾ കേട്ടില്ലേ, പല ആൾക്കാരും കൈകൊട്ടി ചിരിക്കുന്നവരുണ്ട്, അങ്ങനത്തെ കോഴ്സൊക്കെ നടക്കാറുണ്ട് നാട്ടില്. അപ്പൊ ഒന്ന് ചിരിക്കാൻ തയ്യാറാവുക, ഇത് സത്യം മാത്രമേ പറയാവൂ. ഏത് മേഖല എന്തിനായാലും നമ്മൾ പറയുന്നത് സത്യമായിരിക്കണം. നമ്മളെ താൽക്കാലിക ലാഭത്തിന് വേണ്ടി പോലും നമ്മൾ കളവ് പറയാണ്ടിരിക്കുക, ഇത് നമ്മൾ നിർബന്ധമായിട്ട് കാണണം. അപ്പം പിന്നെ നമുക്ക് സാഹചര്യമൊക്കെ നോക്കി സാഹചര്യം മനസ്സിലാക്കി ഒരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അയാളെ സാഹചര്യം ഒക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് സംസാരിക്കാം. കാരണം അയാൾ ചിലപ്പോൾ തിരക്കിലാക്കി, നമ്മൾ ബിസിനസ് പറയാൻ പോകുമ്പോൾ അയാൾ തിരക്കിലാണ്, അയാളെ തിരക്കിന് നമ്മൾ മനസ്സിലാക്കണം. അത് നമുക്ക് ആ ഇത്തരത്തിൽ മനസ്സിലാക്കാൻ കഴിയും, സാഹചര്യം മനസ്സിലാക്കുന്നത്. നമുക്കൊരു ആത്മവിശ്വാസം ഉണ്ടാവണം, നമ്മളിതിൽ വിജയിക്കും, അല്ലെ നമ്മുടെ ഈ പ്രൊഡക്റ്റ് കൊടുത്ത ഇയാളെ രോഗം അല്ലെ രോഗാവസ്ഥ മാറാൻ പറ്റും. ഒരിക്കലും ഞാൻ പറഞ്ഞ രോഗത്തിന് കൊടുക്കുന്ന അല്ലെങ്കിൽ പോലും നമ്മളെ പ്രൊഡക്റ്റ് മരുന്നാണോ എന്ന് വെച്ചാൽ മരുന്നാണ്, വെൽനസ് ആണോ വെച്ചാൽ വെൽനസ്സാണ്. എന്റെ കാഴ്ചപ്പാടായിട്ട് പറഞ്ഞത്. കാരണം നമ്മളെ പ്രൊഡക്റ്റ് കൊടുത്ത എത്രയോ ആളുകൾക്ക് രോഗാവസ്ഥന് മോചനം കിട്ടുന്ന അപ്പത്തെ മരുന്നല്ലേ. പക്ഷെ നമ്മളെ പ്രൊഡക്റ്റ് എപ്പോഴും വെൽനസ് കാറ്റഗറിയില്ല. ഇതൊന്നും നമ്മൾ രോഗികൾക്ക് തെരഞ്ഞെടുത്ത് കൊടുക്കേണ്ടതല്ല, നമ്മൾ സ്വയം ഉപയോഗിക്കേണ്ട പ്രൊഡക്റ്റുകൾ നമുക്ക് കമ്പനി തന്നിട്ടുള്ളൂ. എലമെന്റ്സ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, എന്താണ് എലമെന്റ്സ്. നമ്മളെ ബോഡി പഞ്ചഭൂതങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുണ്ടാക്കിയ ഒരു പദപ്രയോഗമാണ് എലമെന്റ്സ് തന്നെ. അപ്പൊ ഈ ശരീരത്തിന് വേണ്ട കാര്യങ്ങളെ അത്തരം പ്രൊഡക്റ്റുകളെ നമ്മളെ കമ്പനി ഇറക്കിയിട്ടുള്ളൂ. അപ്പം ആത്മവിശ്വാസം നമുക്കുണ്ടാണ്. നമ്മളിപ്പം പണ്ട് ഒരാൾ പറഞ്ഞിട്ട് ഒരു ആട്ടുംകാട്ടാണ് കൊടുക്കണമെങ്കിൽ അതൊരു കോൺഫിഡൻസോട് കൊടുക്കുകയാണ് ചിലപ്പോൾ ആ രോഗം ഒരു രോഗി കൊടുത്താൽ രോഗം മാറുന്ന നമ്മളുള്ള കോൺഫിഡൻസ് ആണ് മറ്റുള്ളവർക്ക് പാസ് ചെയ്യാൻ കഴിയുക. പിന്നെ ഓരോ നിരീക്ഷണവും ഇതിനെക്കുറിച്ച് പഠനമൊക്കെ നമുക്ക് അനിവാര്യമാണ്. എല്ലാ കാര്യത്തിലുള്ള അറിവ് നമുക്ക് ഉണ്ടായില്ലേ പോലും നമ്മളെ ഈ കമ്പനിയെ കുറിച്ചുള്ള അറിവ് നമുക്ക് കൃത്യമായിട്ടുണ്ടാവണം. ഒരാളോട് നമ്മൾ കണ്ട് പരിചയപ്പെട്ട് സംസാരിക്കുമ്പം എന്താണ് കമ്പനി ചോദിച്ചാൽ അത് പറഞ്ഞു കൊടുക്കാനുള്ളൊരു അറിവ് നമുക്ക് ഉണ്ടാവണം. അത് സ്വാഭാവികമായിട്ട് നമുക്ക് വേണ്ടിയതാണ്. പിന്നെ സ്വയം നമ്മളൊന്ന് ഇഷ്ടപ്പെടുക. മൈലേജ് നിങ്ങളൊന്ന് ഇഷ്ടപ്പെട്ടു നോക്കിയേ. ഇപ്പൊ കുറച്ചാൾ മുമ്പ് നമ്മളെ ഷഫീർ പാലായി നമ്മളെ താമരശ്ശേരിന്നൊരു വിഷയം പറഞ്ഞായിരുന്നു. ഞാൻ രണ്ടാമത് കല്യാണം കഴിച്ചിട്ട് പഠിച്ച് ഒരു 4 കൊല്ലം ആകുന്നു. നമ്മൾ തുടക്കത്തിലൊക്കെ വിചാരിച്ച എന്താ ഇയാൾ പറഞ്ഞു, പക്ഷെ രണ്ടാമത്തെ ഒരു വിവാഹം ചെയ്തത് മൈലേഫിനാണ് പറഞ്ഞത്. അപ്പൊ നമ്മളെ കൂട്ടത്തില് അതേപോലെ തന്നെ ആ ഒരു ഇഷ്ടത്തോടു കൂടിയുള്ള ഇടപെടൽ. പിന്നെ നമ്മൾ നന്ദിയുള്ളവനാണ്, നമ്മൾ ലീഡേഴ്സിനോടും ഒക്കെ എന്താണ് നന്ദിയുള്ളവനാവുക, മാനേജ്മെന്റിനോട് ഒക്കെ നന്ദിയുള്ളവരാവുക. പിന്നെ നമുക്കിവിടെ ഏറ്റവും കൂടുതൽ പഠിക്കുക, നമുക്കൊന്നുമില്ലാത്ത സാധാരണക്കാരനില്ലാത്ത ഒരു അറിവാണ് മണി മാനേജ്മെന്റ്. ഉണ്ടോ? ഒരു പൈസ വന്നാൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് അറിയില്ല ഒന്നാമത്. അങ്ങനെയാണെങ്കിൽ പൈസ കിട്ടിയിട്ട് ആരും രക്ഷപ്പെട്ടവരുണ്ടാവില്ല. ആ കിട്ടുന്ന രൂപത്തിൽ കിട്ടുന്ന ലോട്ടറി അടിച്ച എത്ര ആളുകളുടെ സമൂഹത്തിൽ ആരെങ്കിലും രക്ഷപ്പെട്ടിട്ട് കാണാൻ കഴിയുമോ? എന്തുകൊണ്ടാ? നമ്മൾക്കൊരു മണി മാനേജ്മെന്റ് ഇല്ല. എന്നാൽ ഇതൊക്കെ ഈ പ്ലാറ്റ്ഫോമിൽ പഠിപ്പിക്കുന്നില്ലേ? ഓരോ ഘട്ടത്തിലൂടെ നമ്മളെ ലീഡേഴ്സ് നമുക്ക് പഠിപ്പിച്ചു തരുന്നതാണ് മണി മാനേജ്മെന്റ് അടക്കം. ഇവിടെ നമുക്ക് പഠിക്കാൻ പോകണമെങ്കിൽ 1000 കൊടുക്കണം. ഒരു മണി മാനേജ്മെന്റ് കോഴ്സ് എല്ലാ കോഴ്സും ഒന്ന് അവൈലബിളായിട്ട് നമുക്ക് കിട്ടും. പക്ഷെ ഇതൊക്കെ പഠിക്കാൻ പോകണമെങ്കിൽ നമുക്ക് അതിനാലെ ഫണ്ട് ഇവിടെ ചെലവഴിക്കണ്ടേ? ഇവിടെ അങ്ങനെ ഉണ്ടോ? നമുക്ക് പഠിക്കേണ്ട കാര്യങ്ങൾ പഠിക്കേണ്ട സമയത്ത് യഥാക്രമം നമ്മുടെ ലീഡേഴ്സ് നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട്. പിന്നെ നമ്മൾ അസോസിയേറ്റോടുള്ള സമീപനം എന്താ പറയാ, നമ്മൾ അസോസിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ ഉണ്ടാവാം, പല ആളുകളോടും നമ്മൾ ബിസിനസ് അവസരം പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷെ ഇവരൊന്നും നമ്മളെ കൂട്ടത്തിൽ വന്നിട്ടില്ലെന്നേ. വന്നവരാരാ? നമ്മൾ രക്ഷിക്കാൻ വന്നവരാരാ? അവരെ നമ്മൾ എങ്ങനെ കാണണം? കുടുംബപ്പുറത്തെ കാണോ? അതിനപ്പുറത്ത് കാണണ്ടേ? ഇപ്പൊ ഷായന മാഡം എന്റെ അസോസിയേറ്റ് ആണല്ലോ, എന്റെ സഹോദരിയാണ്, ഞാൻ ആ രൂപത്തിലാണ് കാണുന്നത്. അപ്പം നമ്മളെ കൂടുതൽ വരുന്നവരെ നമ്മൾ കൂട്ടിപ്പിടിക്കണം, അപ്പോഴേ നമുക്ക് വിജയിക്കാൻ പറ്റും. കൂടുതൽ വരുന്നത് ചെറിയൊരു തെറ്റ് ചെയ്താല്, ഒരിക്കലും ഒരു തല്ല് പോലും നമ്മളെ തല്ലിയാല് ലീഡേഴ്സ് എന്നവർക്ക് തിരിച്ചു തല്ലാനും കൂടി പാടില്ല. ഒരു ദേഷ്യത്തോട് നോക്കാൻ പാടില്ല ഞാൻ പഠിച്ചിരുന്നു ലൈഫിൽ. അപ്പം നമ്മൾ അസോസിയേറ്റിന്റെ ആ കൂട്ടിപ്പിടുത്തമാണ് നമ്മളെ വിജയിപ്പിക്കുക. കാരണം നമ്മളെ കുടുംബത്തിലുള്ള ആര് പോലും നമ്മളെ രക്ഷിക്കാൻ വന്നിട്ടില്ല. രക്ഷിക്കാൻ വന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ സ്വന്തം കൂടപ്പുറ പോലെ കാണാൻ തയ്യാറാവുന്നില്ല, അത് ഏറ്റവും വലിയത്. പിന്നെ സ്നേഹത്തോടുകൂടി ഇടപെടല്. ഒരിക്കലും വേറിട്ട കാഴ്ചപ്പാടിൽ നമ്മളെ അസോസിയേറ്റിനെ കാണാൻ പാടില്ല ഒരിക്കലും. അവരെന്തോ പ്രവർത്തിച്ചോട്ടെ. അതേപോലെ ലീഡേഴ്സ് ഇപ്പൊ ഞാൻ പറയാം, എനിക്ക് മുൻപ് അനുഭവം ഉണ്ടായി. ഞാൻ അന്ന് അതിന്റെ മുകളിൽ ലീഡേഴ്സിനെ പിടിക്കാൻ തയ്യാറായില്ല. അതുകൊണ്ട് എനിക്ക്
പുറകോട്ട് പോകേണ്ടി വന്നത്. അപ്പൊ ഇപ്പൊ നമ്മൾ പഠിച്ചു നമുക്ക് മുമ്പിൽ നയിക്കുന്ന ആൾ പറ്റൂല, അടുത്ത മുകളിൽ ഇപ്പൊ 2 3 ഒക്കെ മുകളിൽ ലീഡേഴ്സിനെ നമുക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ബിസിനസ് ഡെവലപ്പ് ചെയ്യാം ഇല്ലേ? അതൊക്കെ തന്നെയാണ് ഈ ബിസിനസ്സിൽ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, വരുന്ന ഈ എക്സോറ പ്രോഗ്രാമിൽ നമ്മൾ എന്താവണമെന്ന് ഇന്ന് നിങ്ങളൊരു കടലാസിൽ കുറിച്ചിട്ടോ. സംഗതി 2 3 മാസമോ ഇല്ലെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ, ഒക്ടോബർ 2 മാസമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോഴേക്ക് ആ ഒരു 2 മാസം കൊണ്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും നിങ്ങൾ ഇന്ന് കുറിച്ചിട്ടാണ് നിങ്ങൾക്ക് ആ ഡേറ്റ് ആകുമ്പോൾ പൂർത്തീകരിക്കാൻ കഴിയും. അപ്പം നമ്മളെല്ലാവരും ജീവിതത്തിൽ വിജയിക്കാൻ വന്ന ആളുകളാണ്. അപ്പം ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുക, പ്രവർത്തിക്കുക, ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെ നമുക്ക് എല്ലാവർക്കും ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയണം. അതാണ് നമ്മളെ എല്ലാ പരിപാടികളും നിർത്തി വെച്ചിട്ട് അതിരാവിലെ തന്നെ ഈ പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നമ്മൾ ഇത് കേൾക്കാനുള്ള അവസരം തന്നെ ദൈവത്തിന്റെ അനുഗ്രഹം. കാരണം പല ആളുകളും ഇപ്പൊ കിടന്നുറങ്ങുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ? നമ്മുടെ ബെല്ലിസാറ് പറയാനുണ്ട്, ബ്രഹ്മമുഹൂർത്തം എന്ന സമയമുണ്ട്, ആ സമയത്തിന് എഴുന്നേൽക്കുന്ന ആളുകളാണ് ദൈവത്തിന് അടുത്ത ആളുകൾ. അപ്പൊ അങ്ങനെ എഴുന്നേറ്റാൽ ഈ ഒരു 6 മണിക്ക് നമുക്ക് എന്താവാൻ പറ്റുള്ളൂ? നമ്മളെ പ്രാഥമിക കർമ്മങ്ങളും ആരാധനകളെ കഴിഞ്ഞിട്ട് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിരിക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ദൈവം തെരഞ്ഞെടുത്ത ആളുകളാണ് ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ളത്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പം ദൈവത്തിന്റെ പണികളൊക്കെ ദൈവം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ എന്താണോ ചെയ്യേണ്ടത് നമ്മളാ തീരുമാനിക്കേണ്ടത്. നമ്മളെ തീരുമാനമാണ് ഇനി അങ്ങോട്ട് മുമ്പോട്ട് എന്താവുക, നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, എനിക്ക് വലിയൊരു മോട്ടിവേഷൻ ഒന്നും പറഞ്ഞു തരാനുള്ള ആളല്ല, വളരെ കുറഞ്ഞ നാളത്തെ എക്സ്പീരിയൻസ് ഉള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മള് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ ജീവിതത്തിൽ വിജയിക്കാൻ വേണ്ടി, കാരണം പറയാം 10 30 വർഷം നമ്മൾ തൊഴിൽ ചെയ്ത് നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മാറി ചിന്തിക്കൽ ആവശ്യമാണ്. നമ്മൾ ഇനിയും ഈ രൂപത്തിലാണ് പോണെങ്കിൽ നമ്മൾ എവിടെ എത്തൂലെന്നേ. ഇവിടെയാണ് നമുക്ക് നല്ലൊരു ദൈവാനുഗ്രഹത്തോടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ തന്നിട്ടുള്ളത്. അപ്പൊ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കുക. എത്ര വർഷം, ഒരുപാട് വർഷം പഠിക്കാൻ പറയുന്നില്ല, നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് പഠിച്ചോ. ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടാണ് പഠിക്കുന്നത്, അല്ലാണ്ട് പഠിച്ചിട്ട് ചെയ്യലല്ലോ. അപ്പം നമ്മൾ കൃത്യമായിട്ട് നമ്മളെ ഒരു ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ, ബിസിനസ്സിൽ വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ കൃത്യമായിട്ട് നമ്മളെ സ്റ്റോക്ക് പ്രൊഡക്റ്റ് ഉണ്ടോ എന്ന് പരിശോധിക്കണം. ആദ്യം നമ്മളിൽ എത്ര രൂപയുടെ പ്രൊഡക്റ്റ് ഉണ്ട്. ഏറ്റവും ചുരുങ്ങിയതൊരു എന്താ പറയാ, ഒരു 50,000 രൂപയുടെ പ്രൊഡക്റ്റിങ് നമ്മളെ സ്റ്റോക്ക് ഉണ്ടാവണം ഈ ബിസിനസ് ശക്തമായിട്ട് ചെയ്യുന്ന ആളുകൾക്ക്. കുറഞ്ഞ പ്രൊഡക്റ്റും വെച്ചിട്ട് 5,000 രൂപ പ്രൊഡക്റ്റും വെച്ചിട്ട് ജീവിതത്തിൽ 2 വാങ്ങാൻ വെച്ചാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ഒരു 50,000 പ്രൊഡക്റ്റിങ് നമ്മളെ കയ്യിലുണ്ടാവണം. നമ്മൾ താഴെ വരുന്ന ആൾക്ക് ചോദിക്കുമ്പോൾ എടുത്ത് കൊടുക്കാറുള്ളത്. ഈ രൂപത്തിൽ നമ്മൾ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യാതെ പ്രധാനമായിട്ട് പറയാനുള്ളത്. എന്നിട്ട് നിങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് കൃത്യമായിട്ട് ഇറങ്ങി നോക്കിയേ. 2 3 വർഷം കൊണ്ട് കൃത്യമായിട്ട് ഒരു പ്ലാൻ ഇട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ഒരു പാസീവ് ഇൻകം കിട്ടൂലേ. ഈ പാസീവ് ഇൻകം ഇപ്പൊ വാങ്ങിക്കുന്ന സുഖം റഷീദ് സാറിന് അറിയാം. കാരണം അദ്ദേഹത്തിന് സമയത്ത് ഫീൽഡിൽ ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലും കൃത്യമായിട്ട് ഏറ്റവും കൂടുതൽ വരുമാനം വാങ്ങിയുള്ള ആഴ്ച എനിക്കറിയാം, സൗദാമ്മയുടെ ഇവരൊക്കെ. അപ്പൊ പാസീവ് നമ്മളൊരു മേഖലയിൽ പോയിട്ടില്ലെങ്കിൽ പോലും നമുക്ക് അക്കൗണ്ടിലേക്ക് വരുമാനം വരുമ്പോൾ അതിന് സുഖം അറിയും. അതാണ് എയർസെല്ലിന് ഏറ്റവും വലിയ പ്രത്യേകത. കാരണം അത് നമ്മളെ കമ്പനിക്ക് കൃത്യമായിട്ടുള്ള ആ ഒരു പാസീവ് ഇൻകവും അതേപോലെ തന്നെ മറ്റോരോരോ മാസങ്ങളിൽ ഔട്ടായി പോകുന്ന സംവിധാനമാണ് മറ്റു പല കമ്പനികൾക്കും. പക്ഷെ ഇവിടെ നമുക്ക് എന്താണ്, എപ്പോഴാണോ നമുക്ക് മറുഭാഗത്ത് ബിസിനസ്സുകളും കയറുന്നത് അപ്പോൾ നമുക്ക് വരുമാനം കിട്ടും. അപ്പം ഒരു ഭാഗം എപ്പോഴും ടേൺ ഓവർ വർദ്ധിച്ചിരുന്നാൽ മറുഭാഗത്ത് സുഖ ഈ ബിസിനസ്സിൽ. അപ്പൊ എന്തായാലും ഞാൻ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ആർക്കെങ്കിലൊക്കെ നല്ലതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് മനസ്സിൽ സ്വീകരിക്കുകയും, മോശമായിട്ടുള്ള എന്നോട് എന്തെങ്കിലും തോന്നിയിട്ട് എന്നോട് ഞാൻ ക്ഷമയും ചോദിക്കുകയാണ്.